ഇസ്രായേൽ ഈ പറയുന്ന യഹ്യാ സിൻവാറെ വധിച്ച പോലെയോ അതുപോലെ ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിച്ചതുപോലെയോ ആ ഒരു ലാഘവത്തോടു കൂടി ഇറാനിൽ കയറി അവരുടെ സൈനിക നേതാക്കന്മാരെയും അതുപോലെ തന്നെ ആണവായുധ ശാസ്ത്രജ്ഞന്മാരെയും പ്രധാനപ്പെട്ട ആളുകളെയും എല്ലാം വധിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്ന ടെക്നോളജിയും ഇറാൻ്റെ കയ്യിലിരിക്കുന്ന ടെക്നോളജിയും അത് എത്രത്തോളം നമുക്കതിനെ ഒരുപക്ഷെ ഒരേപോലെയാണ് എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇറാൻ ആക്രമണം നടത്തി, ഇസ്രായേലിലെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തി. എത്ര പ്രധാനപ്പെട്ട ആളുകളെ ഇറാന് വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആരുമില്ല. ഒരു മനുഷ്യനെ പോലും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ പോലും ഒന്നും ചെയ്യാൻ, ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലുമുള്ള ഇസ്രായേലിൻ്റെ മിലിറ്ററി കാപ്പബിലിറ്റി, അതിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ, അതിന് മറ്റു രാജ്യങ്ങളുടെ സൈനിക മേഖലകളിലേക്ക് കടന്നു കയറാനുള്ള, പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലെ ഘടകങ്ങളാണ്. ഇപ്പോൾ കുറേ സ്റ്റെൽത്ത് വലിയ കുറച്ച് ബോംബറുകളോ അതോ അല്ലെങ്കിൽ F-35 പോലെയോ അതോ അല്ലെങ്കിൽ കുറച്ച് വലിയ മിസൈലുകളോ ഉണ്ട് എന്നുള്ളതല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇൻ്റലിജൻസ് അടക്കം എല്ലാം സമഗ്രമായിട്ട് യോജിപ്പിച്ച ഒരു സൈന്യമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. ആ സൈന്യത്തിൻ്റെ, ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും ഇറാൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന്, ഒരുപക്ഷെ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നതിനുള്ള. അപ്പോൾ ഈ ഇസ്രായേൽ തോറ്റു എന്ന് പറയുന്ന ആളുകൾ വിലയിരുത്തേണ്ടത് ഈ അർത്ഥത്തിലാണ് ഇതിനെ വിലയിരുത്തേണ്ടത്.